നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ വൈക്കത്തിനടുത്തുള്ള തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട് കാണാത്തവരൊക്കെ വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ പലതവണ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് കടകളും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടെ. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നല്ല കാറ്റും, എങ്ങനെയാ പറയേണ്ടെന്നറിയില്ല, നല്ലൊരു ഫീലാണ്. നല്ല കൂൾ ആൻഡ് കാമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും ഇവിടെ. ആൾക്കാരൊക്കെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല, നമുക്കതിനുള്ള സമയമില്ലായിരുന്നു. അതുപോലെ തന്നെ പൈസയും ഉണ്ടായിരുന്നില്ല. ഇത് വേറെ കാര്യം. കണ്ടില്ല എന്ത് രസമാണെന്ന് നോക്കി നമ്മൾ ഇവിടെ കാണാനായിട്ട്. അവിടെ നിൽക്കുമ്പോഴുള്ള ആ ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കൊരു വല്ലാത്തൊരു റിലാക്സേഷനാണ്. കണ്ടില്ല ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള കച്ചവടക്കാരുണ്ട്. ആ കാണുന്നത് നമ്മൾ ആ വന്ന വഴിയാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. അവര് ടൂറിസ്റ്റുകളെ കാത്തു കിടക്കുകയാണ്. കണ്ടോ എന്ത് രസം നോക്കി. ഇത് നമ്മൾ നിന്നതിന്റെ നേരെ എതിർവശമാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിവിടെ നിന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടായി. നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നതിനേക്കാളും വല്ലാത്തൊരു ഫീല് നമുക്കിവിടെ ഉണ്ടായി. നല്ല കാറ്റായിരുന്നു അവിടെ നിന്നപ്പോൾ. ഇത് നമ്മുടെ ഗൈഡാണ് കേട്ടോ, പേര് പ്രമോദാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. കണ്ടോ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആ റോഡ് സൈഡിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. നല്ല വെയിലും ഉണ്ടായിരുന്നു. ഞങ്ങളേതാണ്ട് ഉച്ച സമയത്താണ് അവിടെ ചെന്നത്. ഇവിടുന്ന് പോവാണ്. നമ്മൾ ആ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കണ്ടു. നോക്കി എന്ത് രസമാണെന്ന് നോക്കി. അത് കണ്ടപ്പോൾ ഒന്നും എടുക്കാതിരിക്കാൻ തോന്നിയില്ല. നമ്മൾ വീണ്ടും അവിടുന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ക്ഷേത്രം കണ്ടു. ഒരു താമരക്കുളം ഒക്കെ ആയിട്ട്, വലിയൊരു താമരക്കുളം. ആ ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ഗന്ധർവങ്കൽ ക്ഷേത്രം എന്നാണ്. കോട്ടകം പി ഒ വൈക്കം. നമ്മൾ ആ താമരക്കുളം കാണാനായിട്ടൊന്ന് അവിടെ നിന്ന് ഇറങ്ങി അതൊന്നും. പക്ഷെ അവിടെ താമരകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും അത് കാണുമ്പോൾ പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു അവിടെ. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത ഉള്ളത്, ആ ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ശ്രീകോവിലിന് മേൽക്കൂരയില്ല. അതിന്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ ചോദിച്ചറിഞ്ഞില്ല. നമുക്ക് അവിടുന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മളിവിടെ ഇറങ്ങി. ഇതാണ് കാളേശ്വരം മഹാദേവ ക്ഷേത്രം, പുല്ലല. നമുക്ക് ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. അതാണ് വൈക്കം റോഡ്. ആ വൈക്കത്ത് നിന്ന് വരുമ്പോൾ ഇടാ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇത് ചെറിയ വീതി കുറഞ്ഞ വഴിയാണ്, ബസ് റൂട്ടിലുള്ള വഴിയൊന്നും അല്ല കേട്ടോ. ചെറിയ ചെറിയ വഴികളൊക്കെയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. നമ്മൾ തേടി വന്ന സ്ഥലം ഇതാണ്. ഏതാണ്ട് 70 വർഷം പഴക്കമുള്ള ഒരു വീടാണ് കേട്ടോ. ഇത് ഒരു 1.5 ഏക്കറിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ 1.5 ഏക്കർ നിറച്ചും മരങ്ങളാണ്. ഇഷ്ടംപോലെ മരങ്ങളാണ് അവിടെ. കണ്ടോ, പടിപ്പുരയും ഒക്കെ ആയിട്ടൊരു വീട്. അവിടെ ചെന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ പ്രത്യേക അനുഭൂതിയായിരുന്നു. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ പടിപ്പുര കടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വിശാലമായൊരു മുറ്റമാണ്. ഇതിന്റെ അകത്തൊക്കെ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറം മാത്രമേ ആ പരമ നിലനിർത്തിയിട്ടുള്ളൂ. കുറച്ച് ഉള്ളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഞാനത് ഉള്ളിലൊന്നും കയറി എടുത്തില്ല. ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ സ്ഥിതി? കണ്ടോ, അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഒരു മഴയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ആ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ആ മഴയുടെ ശബ്ദവും കേട്ട
വല്ലാത്ത ഫീലിംഗ് ആണ് അവിടെ. മഴയൊക്കെ തോർന്നു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. അപ്പോൾ അവിടെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ട്. പക്ഷെ അത് മഴയൊക്കെ പെയ്ത് അത് കുറച്ച് പായലൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. എങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ഇത് പണ്ട് കാലത്ത് തേങ്ങ ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നാണ് പറഞ്ഞത്. അവരിപ്പോൾ അതിൻ്റെ തകിടൊക്കെ വെച്ചിട്ട് ഒരു വാതിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. കണ്ടോ എന്ത് രസമാണ് നോക്കി. ഇത് നമ്മൾ ആ വീടിൻ്റെ മണ്ടയ്ക്ക് നിന്ന് എടുത്തൊരു വ്യൂ ആണ്. നിറച്ചും മരങ്ങളാണ്. നിറച്ചും മരങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റേ അപ്പുറത്തുള്ള വീടുകൾ ഇത് അതുപോലെ തന്നെ അവിടെ ഒരു കുളമാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ആ കുളം അത്ര വലിയ കാര്യമായിട്ട് സംരക്ഷിച്ചിട്ടൊന്നുമില്ല. അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി, അതങ്ങനെ എടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമല്ലേ അത് കാണാനായിട്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായി. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഞാനൊരു പുതിയ ആളല്ലേ, ഒരുപാട് കുറവുകളൊക്കെ കാണുമായിരിക്കും. എങ്കിലും നിങ്ങൾ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും എന്നോട് സഹകരിക്കണം. നിങ്ങൾ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.